പ്രിയരെ, നമുക്ക് ഒരുപാട് സ്തുതിക്കാൻ വകയുണ്ട്, ഒരുപാട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ വകയുണ്ട്. അതെന്നറിയാവോ? ദൈവം നമ്മെ ആയുസ്സോടെ കാത്തു, ദൈവം നമ്മെ ആരോഗ്യത്തോടെ കാത്തു. നമ്മൾ പറഞ്ഞ വാക്കൊക്കെ അനുസരിച്ചാണെങ്കിൽ തമ്പുരാൻ പണ്ടേ നമ്മുടെ ചീട്ട് കീറേണ്ട സമയം കഴിഞ്ഞ, എന്നിട്ടും അവൻ നമ്മളെ കരുതലോടെ നടത്തി. അവൻ നമ്മെ ആയുസ്സോടെ കരുതി. നമുക്ക് തിന്മകൾ കൊത്തവണ്ണം അവൻ ചെയ്തില്ല. എല്ലാം നന്മയ്ക്ക് വേണ്ടി ചെയ്ത ഒരു കർത്താവ് നമ്മുടെ കൂടെ ഉണ്ട്. ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് എന്നോട് പറഞ്ഞു, എല്ലാം നന്മയ്ക്കാകും. രാമീൻ പറ, എല്ലാം നന്മയ്ക്കാ. നമ്മുടെ ജീവിതത്തിൽ വരുന്നത് എല്ലാം നന്മയ്ക്കാ. ദൈവം എന്നോട് പറയുക, എല്ലാം നന്മയ്ക്ക് വേണ്ടി വരും. നിങ്ങളുടെ ജീവിതത്തിന് എതിരെ ഉള്ള തിന്മകളെ ഒക്കെ ദൈവം ഉടച്ചു കളയാൻ പോകുക. നിങ്ങൾ കണ്ണു തുറന്ന് നോക്കിയാൽ മതി, കണ്ടുകൊണ്ടിരിക്കുന്നതൊക്കെ നന്മയ്ക്ക് വേണ്ടിയാണ്. ജീവിതത്തിനകത്ത് സംഭവിക്കുന്നതെല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. പിശാച് നിന്നോട് തിന്മയെന്ന് പറഞ്ഞത്, മന്ത്രവാദി നിന്നോട് തിന്മയെന്ന് പറഞ്ഞത്, ആഭിചാരകം നിന്നോട് തിന്മയെന്ന് പറഞ്ഞത്, എന്റെ ദൈവം നന്മയ്ക്ക് വേണ്ടി മാറ്റാൻ പോകുകയാ. എന്റെ ദൈവം അതിനെ നന്മയാക്കി മാറ്റാൻ പോകുകയാ. എന്റെ ദൈവം അതിനെ നന്മയാക്കി മാറ്റാൻ പോകുകയാ. എത്ര പേർക്ക് ഉറപ്പുണ്ട് ജീവിതത്തിൽ സംഭവിക്കുന്നതൊക്കെ നന്മയാകുമെന്ന്? എല്ലാം നന്മയ്ക്കാ. 2023 നോക്കിയേ, എത്ര പ്രശ്നം കണ്ടു, എത്ര ആളുകൾ നമ്മളെ തിരസ്കരിച്ചു, എത്ര ആളുകൾ നമ്മളിനി ഉയരത്തില്ലെന്ന് പറഞ്ഞു. അവിടെയെല്ലാം ദൈവം നമ്മളെ ഉയർത്തിയത് തമ്പുരാന്റെ അത്ഭുതങ്ങളാ. അവിടെയെല്ലാം നടത്തിയത് ദൈവത്തിൻ്റെ പ്രവർത്തികളാ. അവിടെയെല്ലാം നമ്മെ ജയത്തോടെ പാലിച്ചത് ദൈവത്തിൻ്റെ പ്രവർത്തികളാ. ഇന്നലെ ഒരു കാര്യം ഞാൻ പറയുക, നിനക്ക് എതിരെ പിശാച് എടുത്തു വച്ചതല്ല ഈ പ്രാർത്ഥനയിൽ ദൈവം അതിനെ നിർവീര്യമാക്കാൻ പോകുകയാ. ദൈവത്തിൻ്റെ ഒരു കൃപ, ദൈവത്തിൻ്റെ ഒരു ശക്തി നമ്മുടെ മേൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ കൃപകൾക്ക് സ്തോത്രം. ലൂക്കോസ് ചരിത്രം എഴുതാൻ തുടങ്ങിയപ്പോൾ 2 ചരിത്രം ലൂക്കോസ് എഴുതി, അപ്പോസ്തലപ്രവൃത്തിയും ലൂക്കോസിന്റെ സുവിശേഷവും. ഈ 2 കാര്യങ്ങൾ, 1-2 കാര്യം ഞാൻ പറയുക. നമുക്ക് ലോകത്തിൽ കഷ്ടമുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഉണ്ടെന്നോ ഇല്ലെന്നോ? ഉണ്ട്, ഇല്ലയോ? ഉണ്ട്. ആര് പറഞ്ഞുണ്ടെന്ന്? യേശു പറഞ്ഞു. ലോകത്തിൽ നിങ്ങൾക്ക്, എങ്കിലും ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഈ കഷ്ടം സമം ജയം. ഒരാമീൻ പറ. കഷ്ടത്തിന്റെ അപ്പുറത്ത് നിനക്കൊരു ജയമുണ്ട്. കഷ്ടത്തിന്റെ അപ്പുറത്ത് നിനക്കൊരു ജയമുണ്ട്. കള്ളപ്പിശാചിനോട് പറ, ഈ കഷ്ടം കൊണ്ട് എന്റെ ജീവിതം തീരത്തില്ല കേട്ടോ. ഈ പ്രതികൂലം കൊണ്ട് എന്റെ ജീവിതം തീരുകയില്ല. ഈ പ്രതിസന്ധി കൊണ്ട് എന്റെ ജീവിതം തീരുകയില്ല. ഇതുകൊണ്ട് ഞാൻ അവസാനിക്കുകയില്ല. 2023 ചെല്ലോട് ഞാൻ തൂത് പറയുക, ഈ പ്രതികൂലം കൊണ്ട് നീ അവസാനിക്കുകയില്ല. ഇതിനപ്പുറത്ത് എന്റെ ജീവിതത്തിനകത്തൊരു ജയമുണ്ട്, ഒരു ജയമുണ്ട്. ഇതിന്റെ എല്ലാം അവസാനം നിനക്കൊരു ജയമുണ്ട്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി വായിക്കാൻ പോകുകയാണ്. ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 22-ാമത്തെ വാക്യം. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്, 2 വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്നും തന്നെ പിരിയും. ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും, മൂത്തവൻ ഇളയവനെ സേവിക്കും എന്ന് അരുളി ചെയ്തു. ഒന്നുകൂടെ ആ വാക്യം വായിച്ച്, 22-ാമത്തെ വാക്യം. അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ, ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി. യഹോവ അവളോട്, 2 ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട്. വന്ധ്യവയോധികനായൊരു മനുഷ്യൻ പ്രായാധിക്യമേറിയായപ്പോൾ 100-ാമത്തെ വയസ്സിൽ കിട്ടിയൊരു മകനുണ്ട്. ആ മകനെയും യാഗമർപ്പിക്കാൻ മോറിയ മലയിൽ നിന്ന് തിരിച്ചിറങ്ങി വരുമ്പോൾ ആ മനുഷ്യൻ ഹൃദയത്തിനകത്ത് ചിന്തിച്ചു, എൻ്റെ മകനൊരു വിവാഹം വേണം. ആ വിവാഹം, ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ഒരു വിവാഹം എന്ന കാര്യമാണ്. വിവാഹം നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് അവൻ്റെ ദാസനായ എലയാസറിനോട് പറഞ്ഞു, എൻ്റെ മോന് ഒരു കല്യാണം വേണം. പക്ഷെ ഒരു കാര്യം, ഇവിടുന്ന്
നീ ജാതികളുടെ ഇടയിൽ നിന്ന് കുട്ടികളെ എടുക്കരുത്, എടുക്കുന്ന നമ്മുടെ വംശത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ എടുക്കണം. അങ്ങനെ ഇദ്ദേഹത്തെ പറഞ്ഞ് പത്തനാരാമിലേക്ക് വിടുകയാണ്. ഈ മനുഷ്യൻ ദൈവത്തിൻ്റെ മുമ്പിൽ വെച്ച് ഈ അഭിഷക്തനായ ദൈവദാസനോട് തുടയിൽ തൊട്ട് സത്യം ചെയ്ത് അവിടുന്ന് ഒരു കഴുതപ്പുറത്ത് പുറപ്പെട്ട് പത്തനാരാമിലേക്ക് നീണ്ട യാത്രകൾ ചെയ്യുക. ഒരു കിണറിൻ്റെ അരികിൽ വെച്ച്, കിണറിൻ്റെ അടുത്ത് വെച്ച് ആ മനുഷ്യൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, കുറച്ച് പെൺകുട്ടികൾ വരുന്നുണ്ട്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കാൻ തുടങ്ങുകയാണ്. ഞാൻ വരുന്ന ആ സുന്ദരിയായ പെൺകുട്ടിയോട് പറയും, എനിക്ക് വെള്ളം കോരിത്തരണം. ഞാൻ അങ്ങോട്ട് പറയുമ്പോൾ അവൾ എന്നോട് ഇങ്ങോട്ടൊരു ഉത്തരം പറയണം. അങ്ങനെ പറഞ്ഞാൽ ഞാൻ വന്ന കാര്യം സാധിച്ചു എന്ന് ഞാൻ ഉറപ്പിക്കും. അതുകൊണ്ട് ഒരു കാര്യം ചെയ്യണം, ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് ഇവിടെ നിൽക്കാൻ പോകുകയാണ്. ഞാൻ ആ പ്രമേയ വിഷയം നിങ്ങളോടൊന്ന് പറയാം. ഉൽപ്പത്തി 24-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ വാക്യവും അതിൻ്റെ തൊട്ട് മേളത്തെ വാക്യമൊക്കെയാണ് നമ്മൾ വായിച്ചത്. ഒന്ന് നോക്കിയ മോളെ, ഉൽപ്പത്തി പുസ്തകം 24-ാം അധ്യായത്തിൻ്റെ 13 തൊട്ട് മേളിൽ ഈ എലിയാസർ എന്ന് പറയുന്ന മനുഷ്യൻ കിണറിൻ്റെ വക്കത്ത് നിന്ന് പറയുന്ന ഒരു കാര്യമാണ്, പ്രാർത്ഥനയാണ്. വായിച്ചോ. എന്റെ യജമാനനായ അബ്രഹാമിന്റെ ദൈവമായ യഹോവേ, എന്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ ചെയ്ത് ഇന്ന് തന്നെ കാര്യം സാധിപ്പിച്ചു തരണമേ. ഇന്ന് തന്നെ എന്റെ കാര്യം സാധിച്ചു. തൂത് കേട്ടോ, നിന്റെ കാര്യം സാധിക്കാൻ പോവാ. എലയാസർ പാത്രമില്ലാതെ ഒട്ടകത്തെ മാറ്റിക്കിടത്തി അവൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഇന്നു തന്നെ എന്റെ കാര്യം സാധിക്കണം. ഇന്ന് നിന്റെ കാര്യം സാധിക്കാൻ പോവാ. നിന്റെ കാര്യത്തിന് തീരുമാനമുണ്ടാകാൻ പോവാ. ദൈവമേ, ഞാനിപ്പോൾ ഈ കിണറിൻ്റെ വക്കത്ത് നിൽക്കുകയാണ്. എൻ്റെ യജമാനനായ അബ്രഹാമിനോട് കൃപ കാണിച്ച് എന്നോട് ദയവുണ്ടാകണം. എനിക്കൊരു ഉപകാരം ചെയ്യണം. ഞാൻ ഇന്ന് തന്നെ, ആ പ്രാർത്ഥനയുടെ വാക്ക് കേട്ടോ, ഇന്നു തന്നെ എൻ്റെ കാര്യം സാധിക്കണം. ഇന്ന് രാവിലെ പ്രാർത്ഥിച്ചോ, നിന്റെ കാര്യം സാധിക്കും. നിന്റെ കാര്യം സാധിക്കാതിരിക്കാൻ നിനക്കെതിരെ മതിൽ കെട്ടിയ ഒരു അന്ധകാര ശക്തിയുണ്ട്. നിന്റെ കുടുംബത്തിനെതിരെ മതിൽ കെട്ടിയ ഒരാഭിചാര ശക്തിയുണ്ട്. മാവിൽ പറയുക, ഈ രാവിലെ അത് ഉടയാൻ പോകുക. നിന്റെ പ്രാർത്ഥന ചില മതിലുകളെ ഇടിച്ചു കളയാൻ പോകുക. പ്രാർത്ഥനയ്ക്ക് മറുപടി തരാതെ നിനക്കെതിരെ പൊരുതി ആവസിക്കുന്ന ദുഷ്ടശക്തികളുടെ ആധിപത്യങ്ങൾ പൊട്ടിമാറാൻ പോകുക. ഇന്ന് തന്നെ എൻ്റെ കാര്യം സാധിപ്പിക്കണം. ഉറപ്പ് വല്ലതും ഉണ്ടോ സാധിക്കുമെന്ന്? ഒരുറപ്പുമില്ല. പക്ഷെ പ്രാർത്ഥിച്ചപ്പോൾ പറഞ്ഞു സാധിപ്പിക്കണം. നിന്റെ ഹൃദയത്തിലെ ആഗ്രഹം സാധിക്കും. നീ പ്രാർത്ഥിച്ച് തള്ളിയിട്ട വിഷയം സാധിക്കും. നീ പ്രാർത്ഥിച്ചിട്ട് മറുപടി ഇല്ലാത്തത് സാധിക്കും. ദൈവം എന്നോട് പറയുക, ചില ആളുകൾ തിരിച്ചു പോകുന്നത് ഒരു പറ്റം മറുപടികളുമായിട്ടാ. നീ ഇന്ന് രാവിലെ ചോദ്യം ഹോൾഡ് ചെയ്ത് വന്ന് നിന്നോട് ദൈവം പറയുക, ഉത്തരം കൊണ്ട് നീ തിരിച്ചു പോകാൻ പോകുക. ചോദ്യം ഹോൾഡ് ചെയ്തുകൊണ്ട് വന്ന് നിനക്ക് ദൈവം ഒരു ഉത്തരം പറയുക. കരമൊന്നുയർത്തി ദൈവത്തിന് ഒരു ആമീൻ പറഞ്ഞ്. നമ്മുടെ ഇന്നത്തെ പ്രമേയ വിഷയം ഞാൻ പറയുകയാണ്. നിന്റെ ചോദ്യത്തിന് ഉത്തരം പറയുന്ന ദൈവം. ഞാൻ ഈ നാടിനോട് പറയുക, ഇത്രയും നാൾ നീ ചോദിച്ച എല്ലാ ചോദ്യത്തിനും ദൈവം ഉത്തരം പറയും. പ്രാർത്ഥിക്കുന്ന നിനക്കൊരു ഉത്തരവുണ്ട്. നിന്റെ കുടുംബത്തിൽ ചോദ്യചിഹ്നമായി നിൽക്കുന്ന എല്ലാ ചോദ്യങ്ങളെയും എൻ്റെ ദൈവം ഒരു ഉത്തരമാക്കി മാറ്റാൻ പോവാ. ഒരു ഉത്തരമാക്കി മാറ്റാൻ പോവാ. ഒരു ഉത്തരമാക്കി മാറ്റാൻ പോവാ. കള്ളപ്പിശാചിനോട് പറഞ്ഞ് ഇന്ന് രാവിലെ ഉത്തരം പിടിച്ചോണ്ട് ഈ യോഗസ്ഥലം വിട്ടിറങ്ങുന്ന ഒരസാധാരണ ദിവസമാണ്. പ്രാർത്ഥിച്ച പ്രാർത്ഥനയ്ക്ക് ഞാനൊരു ഉത്തരം കൊണ്ടുപോകാൻ പോവുക. ഇന്ന് രാവിലെ നിനക്ക് ഉത്തരം തരാൻ കരുത്തുള്ളൊരു ദൈവം നിന്റെ കൂടെ ഉണ്ട്. റിബേക്ക ഇങ്ങനെ കോരാൻ വരിക. റിബേക്ക മാത്രമല്ല, കൂടെ തോഴിമാരുണ്ട്. ചില ആളുകൾ ഇതൊക്കെ ആദ്യമായിട്ട് കേൾക്കുകയായിരിക്കാം. അവളോട് ഈ മനുഷ്യൻ അടുത്തോട്ട് ചെന്ന് പറഞ്ഞു, മോളെ, എനിക്ക് ചില വെള്ളം വേണം. ആ പെൺകുട്ടിയുടെ മറുപടി ഉണ്ട്, മോളെ, യജമാനനെ
കണ്ടോ? യജമാനനെ കുടിക്ക എന്നവൾ പറഞ്ഞു. ഇവര് തമ്മിൽ കണ്ടിട്ടേ ഇല്ല, ആദ്യമായിട്ട് കാണുക. പത്തനാരാമിൽ ആദ്യമായിട്ട് വന്നു നിൽക്കുക, കണ്ടിട്ടേ ഇല്ല ഈ കാര്യമൊക്കെ. നിങ്ങൾ കേട്ടെ, ഉത്തരം യജമാനനെ കുടിക്ക. ആ വിളി കേട്ടോ നിങ്ങൾ? ചിലർക്ക് ചില വിളി ഇഷ്ടപ്പെടത്തില്ല. ഒരു ആമീൻ പറ. യജമാനനെന്നാ വിളിച്ചേ? എടാന്നാന്നോ, പേരാണോ? അല്ല, എന്താ വിളിച്ചേ? യജമാനനെ. കണ്ണുകടിയാ. ഒരു സ്വത്രം പറ. യജമാനനെന്നാ വിളിച്ചേ. എന്തുവാ? യജമാനനെ. ഇനിയും ബാക്കി കേട്ടോ. യജമാനനെ കുടിക്ക എന്നവൾ പറഞ്ഞു. വേഗം പാത്രം കയ്യിലിറക്കി അവന് കുടിപ്പാൻ കൊടുത്തു. അടുത്ത വാക്ക്. അവന് കുടിപ്പാൻ കൊടുത്ത ശേഷം നിന്റെ ഒട്ടകങ്ങൾക്കും വേണ്ടുവോളം ഞാൻ കോരിക്കൊടുക്കാം. ഒരു മിനിറ്റ്. ഒട്ടകത്തിന് ചോദിച്ചോ? ഇല്ല, ചോദിക്കുമെന്ന് ദൈവത്തോട് പറഞ്ഞേ ഉള്ളൂ. ചോദിക്കുമെന്ന് ആരോട് പറഞ്ഞു? ദൈവത്തോട് പറഞ്ഞേ ഉള്ളൂ. ഒരു കാര്യം ഞാൻ പറയാം, ദൈവത്തോട് പറഞ്ഞത് ദൈവം അവളെ കൊണ്ട് നിന്നോട് പറയിപ്പിക്കും. എലയാസർ എന്തുവാ പ്രാർത്ഥിച്ചെന്നറിയോ? എലയാസർ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ അവളോട് വെള്ളം കോരി എനിക്ക് തരാൻ പറയും. ആ സമയത്ത് അവൾ എന്നോട് തിരിച്ചു പറയണം, നിനക്ക് മാത്രമല്ല നിന്റെ ഒട്ടകങ്ങൾക്കും കോരി കൊടുക്കുമെന്ന് പറഞ്ഞാൽ അടയാളമായിരിക്കും. പെട്ടകത്തിൽ നിന്ന് തുറന്നു വിട്ട പ്രാവ് ഒലിവിലെ കൊണ്ട് വന്ന പോലെ നിന്റെ വീട്ടിൽ ചില അടയാളങ്ങൾ വരാൻ പോകുകയാ. അകത്ത് ഉറപ്പുള്ള ദൈവമക്കള്, ഞാൻ നിങ്ങളോട് ഒരു കാര്യം പറയുക, ബൈബിള് കഥപുസ്തകമല്ല കേട്ടോ. ഇന്ന് പലർക്കും ഇത് കഥപുസ്തകമായിരിക്കുക. ഇത് കഥപുസ്തകമല്ല. നിന്റെ വീട്ടിൽ അത് നടക്കാൻ പോകുക. നിന്റെ കുടുംബത്തിലേക്ക് ഇന്ന് രാവിലെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ചില അടയാളങ്ങളുമായി നിന്റെ അടുത്തേക്ക് എത്താൻ പോകുക. എന്റെ ജീവിതത്തിനകത്ത് ഒരടയാളം എത്തുമെന്ന് ഉറപ്പുള്ളവരൊന്ന് കരമുയർത്തി ആമീൻ പറഞ്ഞേ. ഒന്ന് വിശ്വസിച്ചൊന്ന് കരമുയർത്തി ദൈവത്തിനൊന്ന് സ്തോത്രം ചെയ്ത്. ഇന്ന് രാവിലെ ചില അടയാളങ്ങൾ നീ കാണാൻ പോകുക. നിന്റെ വീട്ടിൽ ചില അടയാളങ്ങൾ നീ കാണാൻ പോകുക. നിന്റെ കുടുംബത്തിനകത്ത് ചില അടയാളങ്ങൾ നീ കാണാൻ പോവാ. നിങ്ങൾ കേട്ടെ, അടയാളമാണ് ദൈവത്തോട് ചോദിച്ചത്. ദൈവത്തോട് പറഞ്ഞു, ദൈവമേ, ഞാൻ അങ്ങോട്ട് ചോദിക്കും, ഇങ്ങോട്ട് ഇത്രയും കാര്യം അവൾ മറുപടി പറയണം. ഇത് അവളെ ആരെങ്കിലും പറഞ്ഞ് പഠിപ്പിച്ചാണോ? അല്ല, പരിശുദ്ധാത്മാവ് പറഞ്ഞ. ഇനി അടുത്ത കാര്യം കേട്ടോണേ. അവൾ പറഞ്ഞു, ഒട്ടകങ്ങൾക്കും കോരിത്തരാം എന്ന് പറഞ്ഞു. ഇദ്ദേഹം വേണ്ടാന്ന് വല്ലതും പറഞ്ഞോ? ഇല്ല. ഇവൾ പാത്രം കൊണ്ട് ഓരോ സ്റ്റെപ്പും കിണറ്റിലേക്ക് ഇറങ്ങുമ്പോൾ എലയാസർ എന്ന് പറയുന്ന പരിശുദ്ധാത്മാവ് ഇത് കണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഒന്ന് കൈ ഉയർത്തി ഒരു ആമീൻ പറയാ. ഒട്ടകത്തിന് വേണ്ടി കോരി തീർന്നപ്പോൾ, അവിടുത്തെ വാക്യം എങ്ങനെയാ? വായിച്ച് സമയം കളയാതിരിക്കാൻ വേണ്ടിയാ. ഒട്ടകത്തിന് വേണ്ടി കോരി തീർന്നപ്പോൾ യജമാനൻ അവളെ ദൂരത്ത് നിന്ന് നോക്കിക്കൊണ്ടിരുന്നു. എന്നിട്ട് യജമാനൻ അവൾ ഓരോ പാത്രം വെള്ളം കോരുമ്പോഴും അവൾക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങൾ ഒരുക്കിക്കൊണ്ടിരിക്കുക. ദൂത് പറയാ, നീ ഇവിടെ വന്ന് കൈയടിക്കുമ്പോൾ, ഇതിനകത്തിരുന്ന് അന്യഭാഷ പറയുമ്പോ, ഇതിനകത്ത് സ്തോത്രം ചെയ്യുമ്പോ, ഈ വചനത്തോട് പ്രതികരിക്കുമ്പോ നിന്റെ കുടുംബത്തിന്റെ സ്ഥിതി മാറുക. നിനക്ക് വേണ്ടി ചില നന്മകളുടെ കവാടങ്ങളെ എന്റെ ദൈവം ഇന്ന് നിനക്ക് വേണ്ടി തുറക്കാൻ പറയുക. ദൈവത്തെ സ്തുതിക്കുന്ന ദൈവത്തിന്റെ പൈതങ്ങളോട് ഞാൻ പറയുക, അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ആത്മാവനോട് പറയുക, നീ കോരിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് വേണ്ടി ഒരു ദൈവ പ്രവൃത്തി, നിനക്ക് വേണ്ടി ഒരു ദൈവശക്തി, നിന്റെ കുടുംബത്തിന് വേണ്ടി ഒരു കരുതൽ ദൈവം ഈ രാവിലെ വെളിപ്പെടുത്തുക. അവളിങ്ങനെ കോരിക്കൊണ്ടിരിക്കുമ്പോൾ എലയാസറിൻ്റെ നാവനങ്ങുന്നുണ്ട്, എലയാസറിൻ്റെ കരമനങ്ങുന്നുണ്ട്. അവൾ കോരിത്തീർന്ന് കയറി വന്നപ്പോൾ 2 ശേക്കൽ തൂക്കമുള്ള ഒരു മൂക്കുത്തിയും 10 ശേക്കൽ തൂക്കമുള്ള ഒരു വളയും അവനെടുത്ത് അവിടെ അടുത്തോട്ട് വന്നു. ഒരാമീൻ പറ. ഇന്ന് കേൾക്കുന്നുണ്ടോ? നിന്റെ ആരാധന കണ്ട് നിനക്ക് കൃപാവരങ്ങൾ ചൊരിയാൻ കരുത്തുള്ള, നിനക്ക് അഭിഷേകം ചൊരിയാൻ കരുത്തുള്ള, നിന്റെ മേൽ ദൈവത്തിന്റെ സാന്നിധ്യം ഇടിവിക്കാൻ കരുത്തുള്ള, ഒത്തിരി നാളായിട്ട് നീ പ്രാർത്ഥിക്കുമല്ലോ, ദൈവമേ എനിക്ക് അഭിഷേകമില്ല, എനിക്ക് ദൈവത്തിന്റെ കൃപ അങ്ങോട്ട് വ്യാപരിക്കുന്നില്ല, പ്രാർത്ഥിച്ചു മുന്നേറാൻ പറ്റുന്നില്ല. ഇന്ന് പറയുക, പ്രാർത്ഥിച്ചു മുന്നേറാൻ പറ്റാത്ത നിനക്ക് ഒരു ദൈവത്തിന്റെ സ്പെഷ്യൽ ഫേവർ കർത്താവ് നിന്റെ മേൽ ചൊരിയാൻ പോകുക.